അവനെ കുറിച്ച് ഞാൻ എന്ത് കേൾക്കാനാണ്? ഇപ്പൊ ഞാൻ അത്രയും കരഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇന്ന് എന്റെ മകനത് പ്രൂവ് ചെയ്ത് തന്നില്ലേ? ഈ പറയുന്നവർക്കാർക്ക് അറിയത്തില്ല. അതെ, എന്റെ മക്കളെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോ, എന്റെ മക്കളുടെ പേരിൽ ഞാൻ ആർഗ്യൂ ചെയ്യുമ്പോ അവർക്കറിയില്ല എന്താണ് ഞാൻ എന്റെ മക്കളും തമ്മിലുള്ള സ്പോർട്സ് ബന്ധമെന്ന്. ഞാൻ 100% ജയിച്ചില്ല, ഞാൻ 50% ജയിച്ചുള്ളൂ. ഞാൻ 2 കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നു, ഒരുപോലെ വളർത്തിക്കൊണ്ടുവന്നു. എന്റെ ഒരു മോൻ വീണുപോയില്ല. സഞ്ജുവിനെ സംബന്ധിച്ച് സച്ചിൻ സാറിനെ പോലെ ഒരാള് പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയെ നയിക്കാൻ യോഗ്യൻ സഞ്ജു ആണെന്ന് പറഞ്ഞിട്ടും അതിക്ക് മേലെ സെലക്ടർ പോകണമെങ്കിൽ എന്റെ മക്കൾക്ക് വരുമ്പോ ബുദ്ധിമുട്ട് വരുമ്പോ മക്കളെ ഉപദ്രവിക്കുന്നുള്ള ഒരു ചിന്ത മാത്രമേ എനിക്കറിയൂ. അല്ലാതെ ഞാൻ ആരെയും ശത്രുവായിട്ടോ അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല. എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻസി അവന് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോ ഈ കഴിഞ്ഞ മാസം പൊതുവിൽ കേരളത്തിലൊരു പ്രതീക്ഷയുണ്ട്, സഞ്ജു ഇന്ത്യൻ ക്യാപ്പാണ് എന്നൊരു പൊതുവിലൊരു ടോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ സെലക്ഷൻ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ചില ആൾക്കാർ ഒരാൾ സഞ്ജുവിന് വേണ്ടി വാദിക്കുക, അടുത്ത ആൾ മറ്റാൾക്ക് വേണ്ടി വാദിക്കുക എന്ന ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നോ ക്യാപ്റ്റന്റെ കുപ്പായത്തിൽ മോൻ? സാറേ, സഞ്ജു അണ്ടർ 19 13 വയസ്സില് അണ്ടർ 13 കേരള ക്യാപ്റ്റൻ. അവൻ ക്യാപ്റ്റൻസിയിലാണ് കളി തുടങ്ങിയത്. പക്ഷേ കേരളം അവനെ ക്യാപ്റ്റൻ ആക്കി. അണ്ടർ 10 കേരള ക്യാപ്റ്റൻസി ചെയ്ത് അവൻ 974 റണ്ണ്, ഒരു ഡബിൾ സെഞ്ചുറി അടക്കം ഹൈദരാബാദിനെതിരെ 266 ഡബിൾ സെഞ്ചുറി അടക്കം 974 റണ്ണടിച്ചാണ് അവൻ 13 ക്യാപ്റ്റൻസിയിലാണ് അവന്റെ തുടക്കം. ഇവിടെ കേരളത്തിന്റെ രഞ്ജി ട്രോഫി ക്യാപ്റ്റൻ, അപ്പുറത്ത് അണ്ടർ 16 ക്യാപ്റ്റൻ കേരളത്തിന്റെ. അങ്ങനെ പോകണം അവന്റെ ക്യാപ്റ്റൻസി, അവന്റെ ആ ഒരു. അപ്പോ ക്യാപ്റ്റൻസി എന്നുള്ളത് അവന്റെ ഒരു എന്തോ കളിയുടെ കൂടെ അവനതൊരു പാഠമാണ്, അവനൊരു എക്സ്പീരിയൻസ് ഉണ്ട് അവന്. ക്യാപ്റ്റൻസിയുടെ സ്കില്ലുണ്ടല്ലോ, നമുക്ക് കാണാൻ പറ്റുമല്ലോ. അണ്ടർ 19 കേരളത്തിന്റെ ക്യാപ്റ്റൻ, ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻസി കിട്ടേണ്ട ആളാണ്. അവിടെ വിജയ് സോൾ ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ സഞ്ജു വൈസ് ക്യാപ്റ്റൻ. അപ്പൊ ഇവിടെ ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊന്നും ഞാനിത് പറയേണ്ട കാര്യമില്ല. എന്റെ മകന് ക്യാപ്റ്റൻസിക്കുള്ള എല്ലാ യോഗ്യതയുണ്ട്. ഇനിയിപ്പം സച്ചിൻ സാറ് പറഞ്ഞു സഞ്ജു ആണ് ക്യാപ്റ്റനാകാൻ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാകാൻ ഏറ്റവും യോഗ്യൻ സഞ്ജു ആണെന്ന് അദ്ദേഹം ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനപ്പുറം ഒരു സർട്ടിഫിക്കറ്റ് ഇനി സഞ്ജുവിന് കിട്ടാറില്ല. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ സഞ്ജുവിനെ സംബന്ധിച്ച് സച്ചിൻ സാറിനെ പോലെ ഒരാള് പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയെ നയിക്കാൻ യോഗ്യൻ സഞ്ജു ആണെന്ന് പറഞ്ഞിട്ടും ഇനിയും അത് ഗൗതം ആസ് എ കോച്ച് അദ്ദേഹം പലതവണ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം ഗംഭീർ സാർ ഇത്ര ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് സംസാരിക്കാനോ? അത് തന്നെ. ഇപ്പൊ ശ്രേയസ് അയ്യർ ആ കുഞ്ഞിനെ കുറിച്ച് ആ അനിയന് ക്യാപ്റ്റൻസി കിട്ടിയത് കൊണ്ട് നമുക്ക് എന്താ പറഞ്ഞത്, യോഗ്യനാണ്. IPL ടീമിനെ ചാമ്പ്യൻ ആക്കിയ ആളാണ്. പക്ഷെ കളിക്കുകയും ചെയ്യുന്നു. അതിൽ തെറ്റ്. പക്ഷെ ഒരു യോഗ്യത സഞ്ജുവിനെ കുറിച്ച് സച്ചിൻ സാറ് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ദൈവമാണ്, ക്രിക്കറ്റ് ദൈവമാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു സഞ്ജു ആണ് യോഗ്യൻ എന്ന് പറഞ്ഞാൽ അതിക്ക് മേലെ സെലക്ടർ പോകണമെങ്കിൽ ഞാൻ ഉള്ളത് പറയും. ഇപ്പൊ ഞാൻ ഒരു കാര്യം സാറിനോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ എന്റെ മകനെ കുറിച്ച് വാദിച്ചോണ്ടിരുന്നു. എന്റെ മകന്റെ 10 വർഷം നഷ്ടപ്പെടുത്തി പല ആളുകളെയും ബ്ലെയിം ചെയ്തു. ഞാൻ പറഞ്ഞതും ഞാൻ കരഞ്ഞതും ഞാൻ ഉറങ്ങാതെ എന്റെ മകന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതും അത് സത്യമാണെന്ന് അവ ഇപ്പൊ പ്രൂവ് ചെയ്തില്ലേ? തീർച്ചയായും. ഒരുപാട് പേര് എന്നെ കുറിച്ച്, ഞാൻ സോഷ്യൽ മീഡിയ നോക്കാറില്ല, പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് നിങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ഞാൻ പറഞ്ഞേ, എന്നെ കുറിച്ച് ഏതെങ്കിലും അറിയാത്തവൻ എന്നെ എന്റെ മക്കളെയും എന്റെ മക്കളുടെയും ഇടയിലുള്ള ആ ഒരു സ്പോർട്സ് ബന്ധം, അതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത ഒരുത്തൻ അവൻ എന്തോ പറയുന്നു, അവനെ കുറിച്ച് ഞാൻ എന്ത് കേൾക്കാനാണ്? ഇപ്പൊ ഞാൻ അത്രയും കരഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇന്ന് എന്റെ മകനത് പ്രൂവ് ചെയ്ത് തന്നില്ലേ? അപ്പൊ ഞാൻ എന്ത് കരഞ്ഞു?
ഞാൻ കരഞ്ഞത് ന്യായമെന്ന് ഇന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെ. അപ്പൊ ഞാൻ എന്ത് തെറ്റാ പറഞ്ഞത്? ഇല്ല, തെറ്റ് നമ്മൾ പറയുന്നതല്ല, ചിലർക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം. കാരണം അത് നമ്മളെ സംസാരം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അത് ആ വാക്കുകൾ കേട്ടപ്പോൾ അതിൻ്റെ താഴത്തെ കമന്റ്സ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഇത് അർഹതയുണ്ട്. ഈ അർഹത ഉള്ളത് കൊണ്ട് അദ്ദേഹം അഭിമാനത്തോടെ പറയാം, സ്വന്തം മക്കളെ കുറിച്ചാണ് ഈ പറയുന്നത്. അവരെ കൊണ്ട് എനിക്കറിയത്തുള്ളൂ, ഈ പറയുന്നവർക്കാർക്ക് അറിയത്തില്ല. അതെ, എന്റെ മക്കളെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോ, എന്റെ മക്കളുടെ പേരിൽ ഞാൻ ആർഗ്യൂ ചെയ്യുമ്പോ, അതെ, അവർക്കറിയില്ല എന്താണ് ഞാൻ എന്റെ മക്കളും തമ്മിലുള്ള സ്പോർട്സ് ബന്ധമെന്ന്. അത് തന്നെ ശരിയാണ്. 3 വയസ്സ് പ്രായത്തില് എന്റെ മോന് 3 വയസ്സ് പ്രായം, ഇളയവന് മൂത്തവന് 4 വയസ്സ് പ്രായം, 1 വയസ്സ് വ്യത്യാസമുള്ളൂ. ആ പ്രായത്തിൽ ബാറ്റും ബോളും വാങ്ങിച്ച് കൈ കൊടുത്ത് 2 മക്കളെ ഇങ്ങനെ 2 കയ്യിൽ പിടിച്ചോണ്ട് ഞാൻ ഏതെല്ലാമോ ഗ്രൗണ്ടുകളിൽ പോകും. അവിടെ പോകുമ്പോൾ ഈ ഗ്രൗണ്ട് കളിക്കാൻ പാടില്ല എന്നൊക്കെ എടുത്ത് അമ്മമാർ വേറെ ഗ്രൗണ്ടിൽ കൊണ്ടുപോകും. ഇത് എനിക്കറിയത്തുള്ളൂ ഞാൻ എന്താ പറയാ എന്റെ മക്കളെ കുറിച്ച് പറഞ്ഞെന്താ. ഇപ്പൊ ഞാൻ എന്റെ മൂത്ത മോനെ കുറിച്ച് പറഞ്ഞു, ഞാൻ കരഞ്ഞോണ്ടിരുന്നു. ഒന്നുമില്ല, അവൻ ക്യാപ്റ്റൻസിൽ അവൻ പ്രൂവ് ചെയ്തില്ല. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ അവനാൽ കഴിയുന്ന രീതിയിൽ അവൻ ചെയ്തില്ല, അവനാൽ കഴിയുന്ന രീതി. തീർച്ചയായും. ഇനി സാറിനോട് ഞാൻ ഒരു കാര്യം പറയാം. എന്റെ മകൻ ഇഞ്ചുറി ആയിട്ട് 2014 ഒറ്റാണ് സലി ഇഞ്ചുറി ആവുന്നത്. ആ 14 മുതൽ ഇപ്പൊ സാറേ 26, 25ആയി. ഈ 11 വർഷം കടന്നുപോയി. അവൻ ഇഞ്ചുറിയായി വെളിയിലായ കൊച്ച്, അവന് ജീവിത സൗകര്യങ്ങളെല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട്. അതെല്ലാ ജീവിത സൗകര്യങ്ങളെയും മാറ്റി നിർത്തിയിട്ട് അവൻ ഇതിന്റെ പിറകെ കളിച്ചോണ്ടേയിരുന്നു, എഫർട്ട് എടുത്തുകൊണ്ടേയിരുന്നു, പ്രാക്ടീസ്. അതുകൊണ്ടാണ് അവൻ ഇപ്പൊ ഇത്രയും ചെയ്യാൻ പറ്റിയത്. വേറെ ഏതെങ്കിലും കുട്ടികളെങ്കിൽ ഇത് കളഞ്ഞിട്ട് പോയി എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്യാറ് സാധ്യത ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ. എനിക്ക് 60 വയസ്സ് പ്രായമായി സാറേ. എൻ്റെ ഞാനൊരു ഫുട്ബോൾ ടീമിനെ കൊണ്ട് നടക്കുന്നു. ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ ടീമിനെ ജയിപ്പിക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ ടീമിനെ പെർഫോം ചെയ്യാനും കൂടെ നിൽക്കാനും ഞാൻ, കാരണം ഇതിൽ നമ്മൾ ജനിച്ചു പോയി. എനിക്ക് ഓർമ്മ വെച്ച നാളും ഞാൻ ഫുട്ബോളിന് പറയായിരുന്നു. അപ്പോൾ ഇന്നും ഇതിൽ തന്നെ ഞാൻ ഇനി ഇതുപോലെ കളിക്കാൻ വേണ്ടി ഞാൻ എന്നെ ഞാനാക്കി സൂക്ഷിച്ചുകൊണ്ട് എനിക്ക് 60 വയസ്സായി. ഞാനിപ്പോഴും കളിക്കാൻ ഇറങ്ങി ഇത് കണ്ടാൽ ഞാൻ ചാടി ഇറങ്ങും. ഫുട്ബോൾ ആവേശത്തിലൊരു കുറവില്ല സാർ. ഇപ്പൊ ഈ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടനത്തിന് ഈ മോൾ ഓഫ് ട്രാവൻകൂറിൽ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടനം ഒരു ക്ലബ്ബ് ചെയ്യിക്കുന്നു. വേൾഡ് കപ്പായിട്ട് ബന്ധപ്പെട്ട ഉത്സവമൊക്കെ നടത്തി. അപ്പൊ അവരെന്നെ വിളിച്ചു, അതിന്റെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചു. ഞാൻ പോയി അവിടെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാം തീർന്നപ്പോ എന്നോട് ചോദിച്ചു, ചേട്ടാ അല്പം കളിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം കൊണ്ടുവന്നു. ഉടനെ തുണിയൊക്കെ മാറ്റിയിട്ട് എന്റെ വണ്ടിയിൽ ബൂട്ടും അതും ഇതെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത് കയറി കളിച്ചു. ഒരു 1/2 മണിക്കൂർ ഫുട്ബോൾ കളിച്ചിട്ടാണ്. അതെ. അല്ല, ആ മനസ്സ് അല്ലെങ്കിൽ ആ ഒരു സന്നദ്ധത പുതിയ തലമുറയ്ക്കൂടെ വലിയൊരു പാഠമാണ്. ഈ കൊച്ചു കുട്ടികൾക്കെല്ലാം ഭയങ്കര ആവേശം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അല്ലേ? അവരിപ്പം സ്വന്തം മക്കളും ഈ നമ്മളെ സ്പോർട്സ് പ്രേമികളായ മറ്റു മക്കളും ഇപ്പം നാഷണൽ ലെവലിലേക്ക് എത്തിക്കാൻ ഇത്തരം ചില ആക്ഷനെ കൊണ്ട് കഴിയും. പ്രചോദനം മെന്റലി അവർ ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടും. മെന്റലാണ് സാറേ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതെ, സ്പോർട്സ്മാൻ ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത് മെന്റൽ. അതെ, മെന്റൽ പവർ ഉണ്ടാവണം, മെന്റൽ സ്ട്രെങ്ത്. അതെ. അല്ല, അതിനെ ഇങ്ങനെ ഒരാൾക്കല്ലേ, കാരണം ജയിച്ച ഒരാൾക്കാണ് എപ്പോഴും നമ്മൾ നോക്കുന്നത്. ജയിച്ച ഒരാളാണോ നമ്മുടെ മുന്നിൽ നയിക്കുന്നത്? ഇതിന് ഭയങ്കര പ്രാധാന്യമുണ്ട് അല്ലേ? 100% ജയിച്ച ഒരാൾ എന്ന് ഞാൻ പറയും. കാരണം ഉദ്ദേശിച്ചതെല്ലാം ഞാൻ 100% ജയിച്ചില്ല, ഞാൻ 50% ജയിച്ചുള്ളൂ. ഞാൻ 2 കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നു, ഒരുപോലെ വളർത്തിക്കൊണ്ടുവന്നു. ഒരു മോൻ വീണുപോയില്ല, ഒരു മോൻ വീണുപോയി സാറേ. അവൻ എൻ്റെ സഞ്ജുമോനേക്കാളും അവനൊരു ഓൾറൗണ്ടറായിട്ട് ഇന്ത്യൻ ടീമിൽ എത്തേണ്ട ഒരാളായിരുന്നു. ആ ഒരു രഞ്ജി ട്രോഫി ഫസ്റ്റ് അവൻ്റെ ക്യാമ്പ്, രഞ്ജി ട്രോഫി ക്യാമ്പ്, 1 ഡേ ക്യാമ്പ് എൻ്റെ മൂത്ത മകന് കിട്ടിയ ക്യാമ്പിൽ അവൻ പെർഫോം ചെയ്ത്. ആ ഒരു അവിടുത്തെ ക്രിക്കറ്റ് ഭരണാധികാരികൾ കേരളത്തിന്റെ അവരൊന്നും അവനോട്, മക്കളല്ലേ, കൊച്ചു മക്കളല്ലേ, എന്ത് തെറ്റൊന്നും എൻ്റെ മക്കൾ ആരോടും ചെയ്തില്ല, ഞാനും ചെയ്യില്ല. എനിക്ക് ശത്രുക്കളൊന്നുമില്ല. എൻ്റെ മക്കളോട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എല്ലാ തന്തമാരും പ്രതികരിക്കും, സ്വാഭാവിക പ്രതികരണം. എല്ലാ തന്തമാരും പറയും. അത് മക്കളെ കുറിച്ച് മക്കൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം അപ്പന്മാരല്ലേ പറയൂ, വെളിയിൽ നിന്ന് ഒരാളൊന്ന് പറയും ആർക്കെങ്കിലും. എൻ്റെ മോന് വേണ്ടി സാർ ഒന്ന് പറയും, സാറിന്റെ മോനെ ഞാൻ സാറിനല്ലേ സാറിന്റെ മോനെ കുറിച്ച് അറിയാൻ പറ്റും. സാറേ സാറിന്റെ മോനെ കുറിച്ച് പറയും. എന്റെ മക്കളെ കുറിച്ച് നന്നായി അറിയാവുന്ന ഞാനാണ്, അത് ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ ആരോടും എന്റെ മക്കൾക്ക് വരുമ്പോ ബുദ്ധിമുട്ട് വരുമ്പോ മക്കളെ ഉപദ്രവിക്കുന്നുള്ള ഒരു ചിന്ത മാത്രമേ എനിക്കറിയൂ. അല്ലാതെ ഞാൻ ആരെയും ശത്രുവായിട്ടോ അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല.
ഇനിയിപ്പോ എന്താണ് സ്വപ്നം? ഇതിനപ്പുറം ഇനി എന്ത് കിട്ടാറുണ്ട്? എന്തായാലും ഭൂമിക്ക് വേണ്ടി ഇനിയിപ്പം ചന്ദ്രനിൽ വരികയാണ്, അവിടെ പോയി എൻ്റെ മോൻ കളിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. അല്ല ഇപ്പൊ ഒരു ക്യാപ്റ്റൻസി ഒക്കെ നമുക്ക് സ്വപ്നം കാണാം. ക്യാപ്റ്റൻസി സപ്പോർട്ട് ഉണ്ടല്ലോ സാറേ. ക്യാപ്റ്റൻസി അവന് കിട്ടിക്കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻസി അവന് കിട്ടിക്കഴിഞ്ഞു. കാരണം സച്ചിൻ സാർ അവനെ പ്രൊമോട്ട് ചെയ്തു. അതെ, സഞ്ജുവിനെ പോലെ ആ ഒരു കാമൻ ക്വയറ്റ്, അതെ, ധോനി ബായി ഗ്രൗണ്ടിൽ കീപ്പ് ചെയ്യുന്നത് പോലത്തെ അത്രയും ശാന്തമായ ഒരു കളിക്കാരൻ, എന്തിനും യോഗ്യനെന്ന് അദ്ദേഹം സർട്ടിഫൈ ചെയ്ത് കഴിയും. ഇനി എനിക്കിത് ഒന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകൻ 10 വർഷം ബെഞ്ചിലിരുന്ന് ഇന്ത്യൻ ടീമിന്റെ ബെഞ്ചുകളിലിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ മുഖം നോക്കുമ്പം എൻ്റെ ചങ്കിടിക്കും. ബെഞ്ചിലിരുന്ന് അവന്റെ മുഖം കാണൂലേ ഞാൻ, എൻ്റെ ചങ്ക് തകർന്നു പോകും. അങ്ങനെ കുറെ കാലം നമ്മൾ അത് ഫേസ് ചെയ്തില്ലേ സാറ്. അപ്പോൾ ഞാൻ എൻ്റെ മകൻ്റെ 10 വർഷം അങ്ങനെ പോയിരുന്നു സാറേ. എനിക്ക് ഇനിയിപ്പോൾ അവന്മാരെ കുറിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല. അവന്മാര് നന്നായിരിക്കണം, എവിടെ ഇരുന്നാലും നന്നായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്.